സാംസങ് M12 എന്ന ഫോണിന്റെ ഇന്ത്യയിലെ ലോഞ്ച് ഡേറ്റ് ഒഫീഷ്യലായിട്ട് കൺഫേം ആയിരിക്കുകയാണ്. ഈ ഒരു ഫോണിന്റെ ടീസർ പേജ് ഇപ്പം ആമസോണിൽ എത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ആമസോണിൽ ഈ ഫോണിന്റെ പല സ്പെസിഫിക്കേഷൻ ഇപ്പോൾ കൊടുത്തിട്ടുണ്ട്. ആ ഒരു കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. ആദ്യം ഈ ഫോണിന്റെ സ്പെസിഫിക്കേഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 6.5 ഇഞ്ചിന്റെ HD+ ഡിസ്പ്ലേയുമായിട്ടായിരിക്കും ഈ ഫോൺ വരിക. പിന്നെ എടുത്തു പറയേണ്ട കാര്യം, ഈ ഫോണിന്റെ ഡിസ്പ്ലേയിൽ 90 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. ഈ ഒരു ഫോണിന്റെ ഗ്ലോബൽ വെർഷനിൽ 90 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നില്ല. 60 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റുമായിട്ടാണ് ഈ ഫോണിന്റെ ഗ്ലോബൽ വെർഷൻ വരുന്നത്. എന്നാൽ ഇന്ത്യൻ വെർഷനിൽ 90 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. ആ ഒരു കാര്യം ഒഫീഷ്യലായിട്ട് ആമസോണിൽ കൊടുത്തിട്ടുണ്ട്. 12,000 രൂപ പ്രൈസ് റേഞ്ചിൽ 90 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളത് വളരെ നല്ലൊരു കാര്യം തന്നെയാണ്. എന്നാലും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ഫോണിലെ HD റെസൊല്യൂഷൻ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നിങ്ങൾ പ്രിഫർ ചെയ്യുന്നത് HD റെസൊല്യൂഷനുമായിട്ട് വരുന്ന 90 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്ന ഡിസ്പ്ലേ ആണോ, അതല്ല 60 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്ന ഫുൾ HD റെസൊല്യൂഷനുമായിട്ട് വരുന്ന ഡിസ്പ്ലേ ആണോ എന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക. ഞാൻ പ്രിഫർ ചെയ്യുന്നത് ഫുൾ HD റെസൊല്യൂഷനുമായിട്ട് വരുന്ന ഡിസ്പ്ലേ ആണ്. ഫോണിന്റെ ഫ്രണ്ടിൽ കമ്പനി ഇൻഫിനിറ്റി V ഡിസ്പ്ലേ എന്ന പേരിൽ വിളിക്കുന്ന വാട്ടർ ഡ്രോപ്പ് നോച്ച് ഡിസൈനുള്ള നോച്ച് ആയിരിക്കും വരിക. പിന്നെ 20:9 എന്നുള്ള ആസ്പെക്ട് റേഷ്യോയിലായിരിക്കും ഈ ഫോൺ വരിക. ഫോണിന്റെ ഫിംഗർ പ്രിന്റ് സെൻസർ ഫോണിന്റെ സൈഡിൽ പവർ ബട്ടണിൽ ഇന്റഗ്രേറ്റ് ചെയ്തിട്ടായിരിക്കും വരിക. പിന്നെ ഈ ഫോണിന്റെ വെയിറ്റ് വരിക ഏകദേശം 221 ഗ്രാം ആയിരിക്കും. ഫോണിന്റെ തിക്നെസ് വരിക ഏകദേശം 9.7 mm ആയിരിക്കും. പിന്നെ പ്രോസസ്സറിന്റെ കാര്യം പറയുകയാണെങ്കിൽ exynos 850 എന്ന പ്രോസസ്സറുമായിട്ടായിരിക്കും ഈ ഫോൺ വരിക. ഈ ഫോണിന്റെ 4GB RAM 64GB ഇന്റേണൽ വെർഷനും അതുപോലെ തന്നെ 6GB RAM 128GB ഇന്റേണൽ വെർഷനും വരാനാണ് സാധ്യത. പിന്നെ ഈ ഫോണിൽ മെമ്മറി കാർഡ് സ്ലോട്ട് വരുന്നതായിരിക്കും. ഈ ഫോണിൽ 3.5 mm ഓഡിയോ ജാക്ക് വരും. പിന്നെ ഈ ഫോണിൽ One UI സോഫ്റ്റ്വെയർ ആയിരിക്കും വരിക. ക്യാമറയുടെ കാര്യം പറയുകയാണെങ്കിൽ ഫോണിന്റെ പിന്നിൽ 4 ക്യാമറ സെൻസേഴ്സ് ആയിരിക്കും വരിക. അതിൽ മെയിൻ സെൻസർ വരിക 48 മെഗാപിക്സലിന്റെ f2.0 അപ്പേഴ്സിലായിരിക്കും. ഇത് സാംസങ് ISOCELL GM2ന്റെ സെൻസർ ആയിരിക്കും. പിന്നെ 5 മെഗാപിക്സലിന്റെ f2.2 അപ്പേഴ്സിൽ വരുന്ന അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് വരുന്നതായിരിക്കും. ഇതിന്റെ ഫീൽഡ് ഓഫ് വരിക 123 ഡിഗ്രി ആയിരിക്കും. പിന്നെ 2 മെഗാപിക്സലിന്റെ മാക്രോ ലെൻസും അതുപോലെ തന്നെ 2 മെഗാപിക്സലിന്റെ ഡെപ്ത് സെൻസറും ഈ ഫോണിൽ വരുന്നതായിരിക്കും. സെൽഫി ക്യാമറയുടെ കാര്യം പറയുകയാണെങ്കിൽ ഫ്രണ്ടിൽ 8 മെഗാപിക്സലിന്റെ f2.2 അപ്പേഴ്സിൽ വരുന്ന സെൽഫി ക്യാമറ ആയിരിക്കും വരിക. പിന്നെ ഈ ഫോണിൽ 6000 mAhന്റെ ബാറ്ററി വരുന്നതായിരിക്കും. 15 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ട് ചെയ്യും. Type-C ചാർജിംഗ് പോർട്ടുമായിട്ടായിരിക്കും ഈ ഫോൺ വരിക. ഈ ഫോണിന്റെ വില 12,000 രൂപ പ്രൈസ് റേഞ്ചിലായിരിക്കും വരിക എന്നുള്ളതാണ് ഇപ്പോഴുള്ള റിപ്പോർട്ടുകളൊക്കെ പറയുന്നത്. പിന്നെ ഈ ഫോൺ മാർച്ച് 11-നായിരിക്കും ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുക. എന്തായാലും ഈ ഫോണിന്റെ ലോഞ്ചിന് വേണ്ടിയിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം.